കാലങ്ങളായി യാത്രാ ദുരിതം പേറുന്ന വടക്കേക്കാട് ചൂതക്കുളം, പുന്നേർക്കുളം, പരൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടിയാട്ടയിൽ താഴം റോഡ് നവീകരണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാവശ്യപ്പെട്ട് ഗ്രീൻഫീൽഡ് കൂട്ടായ്മയുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു. പറയങ്ങാട്ടയിൽ പള്ളി, മാഞ്ചിറക്കൽ ക്ഷേത്രം, കിഴക്കയിൽ പള്ളി എന്നിവിടങ്ങളിലേക്കും ICA, അമൽ, തിരുവളയന്നൂർ, ചമ്മന്നൂർ സ്കൂളുകളിലേക്കും പോകാൻ വിദ്യാർത്ഥികളടക്കം ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് ഇടിയാട്ടയിൽ താഴം റോഡ്. ഇതിലൂടെയുള്ള യാത്ര ജനങ്ങളുടെ നടുവൊടിക്കുന്ന സ്ഥിതിയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണോ തോടാണോ എന്നറിയാൻ കഴിയാത്ത അവസ്ഥ. 825 മീറ്റർ നീളത്തിലുള്ള റോഡിന്റെ ഭൂരിഭാഗവും വെള്ളം ഒലിച്ചു പോകാനുള്ള കാന നിർമ്മിച്ചിട്ടില്ല. പറയങ്ങാടി പള്ളിവളവ് മുതൽ ഇടിയാട്ടയിൽ താഴം വരെ മാത്രമാണ് കാന നിർമ്മിച്ചിട്ടുള്ളത്. റോഡിന്റെ തുടക്കം മുതൽ ഉയർന്ന ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളം റോഡിലൂടെയാണ് ചാലിട്ടൊഴുകുന്നത്. കാൽനട യാത്രക്കാർക്ക് പോലും ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ജനങ്ങളുടെയും വാർഡ് മെമ്പറുടെയും അഭ്യർത്ഥനയെ തുടർന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് NK അക്ബർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 13 ലക്ഷം രൂപ റോഡ് നവീകരണത്തിനായി അനുവദിച്ചിരുന്നു. 3 തവണ ടെൻഡർ വെച്ചെങ്കിലും കരാർ ഏറ്റെടുത്തില്ല. 2021 അവസാനമായി റോഡ് അറ്റകുറ്റപ്പണി നടത്തിയത്. ഇത്തരം അവസ്ഥയിലാണ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനു വേണ്ടി അടിയന്തര യോഗം ചേർന്നത്. ചെറുവട്ടത്ത് പടിഞ്ഞാറയിൽ ബദ്രുവിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാനിദ കരീം, വാർഡ് മെമ്പർ ഷനിൽ അപ്പു, വടക്കേക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമായ ഫസലുൽ അലി, മുൻ ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര തുടങ്ങി നിരവധി പ്രദേശവാസികളും പങ്കെടുത്തു. റോഡിന്റെ ശോചനീയാവസ്ഥ ബന്ധപ്പെട്ട അധികാരികളുടെ അടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള നടപടിയിലേക്ക് നീങ്ങുവാനും ഗുരുവായൂർ MLA അനുവദിച്ച 13 ലക്ഷം മതിയാവാതെ വരുന്ന ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹായം തേടുവാനും യോഗം തീരുമാനിച്ചു. തുടർ നടപടിയുടെ ഭാഗമായി വാർഡ് മെമ്പർ ഷനിൽ അപ്പു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷംസീറ അഷ്റഫിന് അപേക്ഷ നൽകി. എത്രയും പെട്ടെന്ന് ശാസ്ത്രീയമായ രീതിയിൽ നവീകരണ പ്രവർത്തനം നടത്തി പ്രദേശവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ.